ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ഡിഗ്രിയെ കഴിഞ്ഞ് ഒരു LLB പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ LLB കഴിഞ്ഞ് ഒരു LLM ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള LLB LLM എൻട്രൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ആ നോട്ടിഫിക്കേഷൻ നമ്മൾ അനലൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ, ഫീസും കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ LLB ആൻഡ് LLM എൻട്രൻസ് നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ സൈറ്റാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒഫീഷ്യൽ സൈറ്റ് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 600 രൂപയാണ്. ജനറലിന് 600 രൂപയും SC ST PWD കാൻഡിഡേറ്റ്സ് 300 രൂപയാണ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് മെയ് 24. ഓർത്ത് വയ്ക്കുക, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കുള്ള LLB LLM എൻട്രൻസുകളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയ് 24. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേക നോട്ടിഫിക്കേഷനിൽ എടുത്തു പറയുന്നത്, കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് റിസൾട്ട്സ് ക്യാൻ ഓൾസോ അപ്ലൈ ഫോർ BA LLB പ്രോഗ്രാം. കാൻഡിഡേറ്റ്സ് +2 കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടില്ല, റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻട്രൻസ് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. അതാണ് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, എത്ര സീറ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് 2 ലോ ക്യാമ്പസ് ഉണ്ട്. ഒന്ന് തലശ്ശേരി പാലയാട് ക്യാമ്പസ്. തലശ്ശേരി പാലയാട് ക്യാമ്പസിൽ 5 ഇയർ LLB ഉണ്ട്, LLM ഉണ്ട്. പിന്നെ ഉള്ളത് മറ്റൊരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരം ക്യാമ്പസാണ്. മഞ്ചേശ്വരം ക്യാമ്പസിൽ LLM ഉണ്ട്, 3 ഇയർ LLB ഉണ്ട്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 3 ഇയർ LLB ഉണ്ട്, 5 ഇയർ LLB ഉണ്ട്. തലശ്ശേരി ക്യാമ്പസിൽ 5 ഇയർ LLBയും LLM ആണ് ഉള്ളത്. മഞ്ചേശ്വരം ക്യാമ്പസിൽ LLM 3 ഇയർ LLB ആണ് ഉള്ളത്. LLMന് കണ്ണൂർ യൂണിവേഴ്സിറ്റി 20 സീറ്റാണ് ഉള്ളത്, 20 സീറ്റ്സ് ആണ് ഉള്ളത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് LLB ഡിഗ്രി മിനിമം 50% മാർക്കോടെ പാസ്സായിരിക്കണം. ഓക്കെ, LLB മിനിമം 50% ഡിഗ്രിയോടെ മാർക്സോടെ പാസ്സായിരിക്കണം. പിന്നെ BA LLB ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. BA LLB 5 ഇയർ BA LLB 60 സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, 60 സീറ്റുകളിൽ അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 മിനിമം 45% എന്ത് ചെയ്യണം, പാസ്സായിരിക്കണം. +2 45% പാസ്. അപ്പോൾ LLMന് 20 സീറ്റും 5 ഇയർ BA LLBക്ക് 60 സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആണ്. എന്നിട്ട് ഇവരുടെ എൻട്രൻസ് നടത്തും. ആ എൻട്രൻസിൻ്റെ റാങ്ക് പട്ടിക വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവിടേക്ക് അഡ്മിഷന് വേണ്ടി അലോട്ട് ചെയ്യുക. പിന്നെ ഇനി മഞ്ചേശ്വരം ക്യാമ്പസിൽ LLM ഉണ്ട്, 20 സീറ്റുകളാണ് ഉള്ളത്. അവിടെയും LLB മിനിമം 50% പാസ്സായിരിക്കണം. ഓക്കെ, മഞ്ചേശ്വരം ക്യാമ്പസിൽ LLM 20 സീറ്റാണ് ഉള്ളത്. ഇനി മഞ്ചേശ്വരം ക്യാമ്പസിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇയർ LLB ഉണ്ട്, അത് 60 സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, 60 സീറ്റുകളാണ് ഉള്ളത്. അത് ഏതെങ്കിലും ഡിഗ്രി 45% മിനിമം മാർക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻട്രൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഞ്ചേശ്വരം ക്യാമ്പസിൽ 3 ഇയർ LLB നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അപ്പം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കയറാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാം അപ്പോൾ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ LLB ഞാൻ പറയാം, +2 ഡിഗ്രി കഴിഞ്ഞ് ഒരു LLB ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ക്യാൻ അപ്ലൈ ഫോർ കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻട്രൻസ്. അതുപോലെ തന്നെ LLB കഴിഞ്ഞ് LLM ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, LLM എൻട്രൻസ് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഒഫീഷ്യൽ സൈറ്റ് സ്ക്രീനിൽ കാണുന്നതാണ്. ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയ് 24 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് അത് തീർത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വീഡിയോസും കണ്ടൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.